വീണ്ടും വാർത്തയിലേക്ക്. കക്കാട് സ്പിന്നിംഗ് മിൽ വീണ്ടും തുറക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. സ്പിന്നിംഗ് മിൽ ഗേറ്റിന് സമീപം സേവ് NTC സമരസമിതി സംയുക്ത ട്രേഡ് യൂണിയന്റെ മാർച്ചും ധർണയും നടന്നു. ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നിൽക്കുന്ന ആളുകൾ അവരോട് നിങ്ങൾക്ക് ഏത് സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്യാനാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്ന പേര് NTC എന്നായിരുന്നു. ആ NTC മില്ലിന്റെ ഇന്നത്തെ ദുരവസ്ഥയെ കുറിച്ചാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. കേരളത്തിലും ഇന്ത്യയിലുമായിട്ടുള്ള ഏകദേശം 114ഓളം സ്വകാര്യ മേഖലയിലെ മില്ലുകൾ അവ ഏറ്റെടുത്ത് ദേശസാൽക്കരിച്ചുകൊണ്ടാണ് NTC രൂപീകരിക്കുന്നത്. നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ. ഇന്ത്യയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന തുണിയെ സംബന്ധിച്ചിടത്തോളം ലോക കമ്പോളങ്ങളിൽ വലിയ മാർക്കറ്റായിരുന്നു. ആ 114 മില്ലുകൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഏകദേശം 166ഓളം മില്ലുകൾ നന്നായി നടത്തിക്കൊണ്ട് ടെക്സ്റ്റൈൽ മന്ത്രാലയം എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് കൊണ്ടുനടന്നതാണ്. സേവ് NTC ചെയർമാൻ KP സഹദേവൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ BMS വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ KP, ടെക്സ്റ്റൈൽ മിൽ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് VV ശശീന്ദ്രൻ, ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് TK ഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുഴുവൻ തൊഴിലാളികൾക്കും വേതനവും ജോലിയും ഉറപ്പാക്കുക, 8 മാസമായി മുടങ്ങിക്കിടക്കുന്ന ജീവനാംശവും കുടിശ്ശികയും വിതരണം ചെയ്യുക എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ.